1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. കാട്ടാനാക്രമണവും കൃഷിനാശവും തുടർക്കഥയായ ഊർങ്ങാട്രിയിൽ പി കെ ബഷീർ എംഎൽഎയുടെ നേതൃത്വത്തിൽ വനം കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും വെറ്റിലപ്പാറയിൽ യോഗം ചേർന്നു. സംഭവസ്ഥലം എംഎൽഎ സന്ദർശിക്കുകയും ചെയ്തു. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമജിയോസ് ഇഞ്ചനാനിയലിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങളെടുത്തു. കഴിഞ്ഞ ദിവസം കാട്ടാന കിണറ്റിൽ ചാടിയ അട്ടാറുമാക്കൽ സണ്ണിയുടെ വീടിന്റെ പരിസരത്ത് തന്നെയാണ് യോഗം കൂടിയത്. 7.5 കിലോമീറ്റർ സൗര തൂക്കുവേലി സ്ഥാപിക്കാൻ കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ കോനൂർ കണ്ടി വരെ സൗര തൂക്കുവേലി നീട്ടണമെന്ന നാട്ടുകാരുടെ ആവശ്യം നിർബന്ധമായും പരിഗണിക്കാൻ പി കെ ബഷീർ എംഎൽഎ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൃഷിനാശം സംഭവിച്ചവർക്കുള്ള ധനസഹായം വേഗത്തിലാക്കാനും എംഎൽഎ നിർദ്ദേശം നൽകി. കൃഷി ഇൻഷുറൻസ് അദാലത്ത് നടത്താൻ തീരുമാനമായി. വന്യമൃഗശല്യം രൂക്ഷമായ ഊർങ്ങാട്രിയിലെ ചുണ്ടത്തുപോയിൽ, പനമ്പിലാവ്, എടക്കാട്ടുപറമ്പ്, വെറ്റിലപ്പാറ, ഓടക്കയം വാർഡുകളിലെയും ചാലിയാർ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുക്കാൻ വിപുലമായ യോഗം എംഎൽഎയുടെ നേതൃത്വത്തിൽ വിളിക്കാൻ തീരുമാനിച്ചു. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലേഖ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി സലീം, ഡെപ്യൂട്ടി റേഞ്ചർ നാരായണൻ, ബ്ലോക്ക് കൃഷി ഓഫീസർ ഹസീന, ഊർങ്ങാട്രി കൃഷി ഓഫീസർ സി ടി നിഷിത, കൃഷി അസിസ്റ്റന്റ് കൃഷ്ണചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജോ ആന്റണി, അംഗം പി എസ് ദിനേശ്, ആസൂത്രണ സമിതി അംഗങ്ങളായ സൈഫുദ്ദീൻ കണ്ണനാരി, അനൂപ് മൈത്ര, സി ടി റഷീദ്, ടി മുജീബ് റഹ്മാൻ, കെ അബ്ദുൽ ഹമീദ്, വെറ്റിലപ്പാറ ഇടവക വികാരി ഫാദർ അരുൺ വടക്കയിൽ, ജനകീയ സമിതി ഭാരവാഹികളായ ബെന്നി പോൾ ഇഞ്ചനാനിയേൽ, അച്ചപ്പൻ കള്ളിക്കാട്ട്, ജോഫി വെട്ടിക്കുഴി, പി സി ബിജു വെറ്റിലപ്പാറ, ഷൈജു വെള്ളാപ്പുഴ, ജോസ് കളപ്പുരത്തൊട്ടി, സജി കണിയാക്കുഴി, അഹമ്മദ് ചോലയിൽ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.